ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 33 അധ്യായം 2 തിരുവചനം. ഇതാ, ഞാൻ വാ തുറക്കുകയും എൻ്റെ നാവ് സംസാരിക്കുകയും ചെയ്യുന്നു. വാക്കുകൾക്ക് വലിയ ഒരു ശക്തിയുണ്ട്. അതിന് വളർത്തുവാനും തളർത്തുവാനും കഴിവുണ്ട്. നമ്മുടെ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ അനേകം ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അവയ്ക്ക് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ രൂപപ്പെടുത്തുവാൻ കഴിയുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മുൻപ് പറഞ്ഞതുപോലെ വാക്കുകൾക്ക് വളർത്തുവാനും തളർത്തുവാനുമുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദയയും സ്നേഹവും സത്യസന്ധവുമായ വാക്കുകൾക്ക് ബന്ധങ്ങളെ പ്രചോദിപ്പിക്കുവാനും സുഖപ്പെടുത്തുവാനും കഴിയും. സദൃശ്യവാക്യങ്ങൾ 16 അധ്യായം 24 തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: ഹൃദ്യമായ വാക്ക് തേൻ പോലെയാണ്, അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. എഫേസ്യർ 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വാക്കുകൾക്ക് ജീവനും രൂപാന്തരവും കൊണ്ടുവരുവാൻ സാധിക്കുന്നതായി അനേകം ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായത്തിൽ യേശുവും ശമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ളതായ ഒരു സംഭാഷണം അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ അവളിലൊരു വലിയ മാറ്റം കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ആ മാറ്റം അവളുടെ വാക്കുകളിലൂടെ ആ ഒരു ഗ്രാമത്തിലെയും സമൂഹത്തിലെയും ആളുകൾ ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ഇടയായിത്തീരുന്നുണ്ട്. ഇതുപോലെ തന്നെ വാക്കുകൾക്ക് നശിപ്പിക്കുവാനും പ്രതികൂലമായ സ്വാധീനം ചെലുത്തുവാനുമുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. ദ്രോഹകരവും വഞ്ചനാപരവും ചിന്താശൂന്യവുമായ വാക്കുകൾ വ്യക്തികൾക്കും ബന്ധങ്ങൾക്കും കാര്യമായ ദോഷം വരുത്തും. മോശമായ വാക്കുകളുടെ വിനാശകരമായ ശക്തിയെക്കുറിച്ച് സദൃശവാക്യങ്ങൾ 12:18 നാം കാണുന്നുണ്ട്. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടുവിചാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവണക്കുന്നു. യാക്കോബ് 3:6 നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാവിനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാം വിധം വിവേകത്തോടുകൂടെ ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ വാക്കുകൾ വിവേകത്തോടെയും മനഃപൂർവ്വമായും ഉപയോഗിക്കുവാൻ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസത്തെ കാണിച്ചു കൊടുക്കുവാനും സമാധാനവും സത്യവും സ്നേഹവും പകർന്നു കൊടുക്കുവാനും നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് സാധിക്കട്ടെ. കൊലോസ്യർ 4:6 പറയുന്നത് പോലെ നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ മത്തായി 12:36 നമ്മോട് സംസാരിക്കുന്നു: മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും വിശ്വാസവും പകരുവാൻ നമ്മുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിപ്പെടുത്തരുത്. ആരുടെ ജീവിതത്തിലും ഒരു വേദന നൽകരുത്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്കൊരു സൂക്ഷിപ്പുകാരനെയും നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം.